നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 4 റൗണ്ട് മത്സരങ്ങൾ IPL പൂർത്തിയായല്ലോ. നിലവിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ മുന്നിൽ ആരാണ്? പർപ്പിൾ ക്യാപ്പും ഓറഞ്ച് ക്യാപ്പും ഒക്കെ ആരുടെ തലയിലാണ് ഇരിക്കുന്നത്? 15കാരൻ പയ്യൻ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ഇപ്പോൾ ഫോൺ നോക്കിയൊരു വിവാദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജർക്ക് ഷോക്കോസ് നോട്ടീസ് BCCI ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് പോകും എന്ന് കരുതാം. വൈഭവിന് ഇഷ്യൂ ഇല്ലാതിരിക്കട്ടെ. കാരണം അവൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവൻ്റെ ശ്രദ്ധ കളിയിൽ നിന്ന് മാറാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. ഏതായാലും നിലവിൽ ആരുടെ തലയിലാണ് ഓറഞ്ച് ക്യാപ്പ്? അതുപോലെ ഏറ്റവും അധികം റണ്ണടിച്ച താരങ്ങളുടെ ലിസ്റ്റ് 10 പേരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ്. ഒന്നാമത് ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശിയുടെ തലയിലാണ്. 4 കളികൾ 4 ഇന്നിങ്സ് 200 റൺസാണ് അവൻ അടിച്ചത്. 78 ഹയസ്റ്റ് സ്കോർ, 50 ആവറേജ്. 75 പന്തുകൾ ഫേസ് ചെയ്തിട്ടാണ് ഈ 200 റൺസ് അടിച്ചത്. 266.66 അവൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികൾ, 18 ഫോറുകൾ, 18 സിക്സറുകൾ. ഈ 200-ൽ 180 റൺസും വന്നത് സിക്സറും ഫോറും വഴിയാണ് എന്നർത്ഥം. രണ്ടാമത് രജത് പട്ടിദാറാണ്. പട്ടിദാർ ഇപ്പോൾ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് ആണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 കളികൾ 4 ഇന്നിങ്സ് 1 നോട്ട് ഔട്ട്, 195 റൺസാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. 63 ഹയസ്റ്റ് സ്കോർ, 65 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 91 ബോളുകൾ ഫേസ് ചെയ്തു. 214.28 സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികൾ, 11 ഫോറുകളും 18 സിക്സറുകളും പട്ടിദാറിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നു. മൂന്നാമത് ഹെൻറി ക്ലാസനാണ്. അദ്ദേഹം 4 മത്സരങ്ങൾ 4 ഇന്നിങ്സുകൾ 184 റൺസാണ് അദ്ദേഹം അടിച്ചത്. 62 ഹയസ്റ്റ് സ്കോർ, 46 ആവറേജ്. 131 ബോളുകൾ ഫേസ് ചെയ്തു. 140.45 സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികൾ, 12 ഫോറുകളും 5 സിക്സറുകളും. നാലാമത് യശസ്വി ജയ്സ്വാളാണ്. ജയ്സ്വാൾ 4 മത്സരങ്ങൾ 4 ഇന്നിങ്സുകൾ 2 നോട്ട് ഔട്ട് ഉണ്ട്. 183 റൺസാണ് അടിച്ചത്. 77 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. 91.5 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 112 ബോളുകൾ ഫേസ് ചെയ്തു. 163.39 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു. 2 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടുകയുണ്ടായി. 19 ഫോറുകളും 10 സിക്സറുകളുമാണ് യശസ്വി ജയ്സ്വാളിൻ്റെ വക. അഞ്ചാമത് സാക്ഷാൽ വിരാട് കോഹ്ലിയാണ്. യെസ്, വിരാട് കോഹ്ലിയാണ് ഈ ഓറഞ്ച് ക്യാപ്പിനായിട്ടുള്ള പോരാട്ടത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 4 കളികൾ 4 ഇന്നിങ്സുകൾ 1 നോട്ട് ഔട്ട്, 179 റൺസ് അടിച്ചു. 69 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. 59.66 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 110 പന്തുകൾ ഫേസ് ചെയ്തു. 162.72 സ്ട്രൈക്ക് റേറ്റ്. 2 ഫിഫ്റ്റികളുണ്ട്. 19 ഫോറുകളും 7 സിക്സറുകളും അദ്ദേഹത്തിൻ്റെ വക. ഇനി 6ാം സ്ഥാനത്ത് ധ്രുവ് ജുറലാണ്. അദ്ദേഹം 4 ഇന്നിങ്സുകളിൽ നിന്ന് 1 തവണ നോട്ട് ഔട്ടായി. 176 റൺസ് അടിച്ചു. 81 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. 58.66 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 97 ബോളുകൾ ഫേസ് ചെയ്തു. 181.44 സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികൾ, 17 ഫോറുകളും 8 സിക്സറുകളും ധ്രുവ് ജുറലിൻ്റെ വക. 7ാമത് ജോസ് ബട്ട്ലറാണുള്ളത്. ജോസ് ബട്ട്ലർ 4 മത്സരങ്ങൾ 4 ഇന്നിങ്സുകൾ 176 റൺസ് അദ്ദേഹവും അടിച്ചു. 60 ഹയസ്റ്റ് സ്കോർ. 44 ആവറേജ്. 111 ബോളുകൾ ഫേസ് ചെയ്തു. 158.55 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 2 അർദ്ധ സെഞ്ചുറികൾ, 22 ഫോറുകളും 7 സിക്സറുകളുമാണ് അദ്ദേഹത്തിൻ്റെ വക. അപ്പോൾ ഇതാണ് തലപ്പത്ത് നിൽക്കുന്ന ബാറ്റർമാരുടെ കാര്യം. ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് പോയാലോ? ബൗളിങ്ങിൽ നമ്മൾ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തുകയാണല്ലോ പ്രസിദ്ധ കൃഷ്ണ. പർപ്പിൾ ക്യാപ്പ് അദ്ദേഹത്തിൻ്റെ തലയിലാണ് ഇരിക്കുന്നത്. 4 മത്സരങ്ങൾ 4 ഇന്നിങ്സിൽ പന്തെറിഞ്ഞു. 96 ബോളുകളാണ് അദ്ദേഹം എറിഞ്ഞത്. അതായത് ആകെ 16 ഓവറുകൾ അദ്ദേഹം എറിഞ്ഞു. 152 റൺസ് വിട്ടുകൊടുത്തു. 10 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. അതായത് 15.2 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 9.5 ഇക്കണോമി. 9.6 സ്ട്രൈക്ക് റേറ്റ്. 1 തവണ 4 വിക്കറ്റ് നേട്ടത്തിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. സോ പ്രസിദ്ധ കൃഷ്ണ നമ്പർ 1. രണ്ടാമത് രവി ബിഷ്ണോയിയാണ്. 4 കളികൾ 4 ഇന്നിങ്സിൽ പന്തെറിഞ്ഞു. 78 ബോളുകൾ, അതായത് 13 ഓവറുകളാണ് അദ്ദേഹം ബോൾ ചെയ്തത്. 114 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 9 വിക്കറ്റുകൾ വീഴ്ത്തി. 41-4 അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബൗളിങ്. പ്രസിദ്ധ കൃഷ്ണയുടേത് 28 റൺസിൽ 4 വിക്കറ്റ് ആയിരുന്നെങ്കിൽ ബിഷ്ണോയുടേത് 41 റൺസിൽ 4 വിക്കറ്റാണ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം.
12.66 ആവറേജ്, 8.76 ഇക്കണോമി, 8.66 സ്ട്രൈക്ക് റേറ്റ്, ഒരു തവണ 4 വിക്കറ്റ് നേട്ടമെടുത്തു. മൂന്നാമത് അത് കേൾക്കണം, അൻഷുൽ കംബോജാണ്. CSKക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന താരം അൻഷുൽ കംബോജ് മൂന്നാം സ്ഥാനത്ത് വരുന്നു. 4 കളികൾ 4 ഇന്നിങ്സിൽ പന്തെറിഞ്ഞു, 88 ബോളുകൾ എറിഞ്ഞു എന്ന് പറഞ്ഞാൽ 14.4 ഓവറുകളാണ് അദ്ദേഹം എറിഞ്ഞത്. 157 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം 8 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 35 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം. 19.62 ആവറേജ്, 10.7 ഇക്കണോമി, 11 സ്ട്രൈക്ക് റേറ്റ്. നാലാമത് പ്രിൻസ് യാദവ് 4 കളികൾ 4 ഇന്നിങ്സിൽ പന്തെറിഞ്ഞു, 90 ബോളുകൾ എറിഞ്ഞു, 15 ഓവറുകളാണ് ആകെ എറിഞ്ഞതെന്നർത്ഥം. 132 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 6 വിക്കറ്റുകൾ വീഴ്ത്തി, 20 റൺസിന് 2 വിക്കറ്റ് എടുത്താണ് മികച്ച ബൗളിംഗ് പ്രകടനം. 22 ആവറേജ്, 8.8 ഇക്കണോമി, 15 സ്ട്രൈക്ക് റേറ്റ്. അടുത്തത് 5ാം സ്ഥാനത്ത് ജേക്കബ് ഡഫിയാണ്. ഡഫിയുടെ കാര്യത്തിൽ അദ്ദേഹം 3 കളികളാണ് കളിച്ചത്, 3 ഇന്നിങ്സുകൾ, 72 ബോളുകൾ എറിഞ്ഞു, 12 ഓവർ എറിഞ്ഞു എന്നർത്ഥം. 138 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 6 വിക്കറ്റുകൾ എടുത്തു, 22 റൺസിന് 3 വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം. ആദ്യ മത്സരത്തിലാണ് ആ ഒരു പ്രകടനം വന്നത്. പിന്നെ 23 അദ്ദേഹത്തിൻ്റെ ആവറേജ്, 11.5 ഇക്കണോമി, 12 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഇതാണ് ടോപ്പ് 5-ൽ നിൽക്കുന്ന ബൗളർമാർ. ഏതായാലും ഇതിലൊക്കെ മാറ്റം വരും. മികച്ച രൂപത്തിലുള്ള പ്രകടനങ്ങൾ ഒരു പിടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാത്തിരിക്കാം ഈ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് പോരാട്ടം അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.